ഇൻഫോടെക് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നെർഫിന്റെ കിട്ടിക്കാച്ചി 2 അടിപൊളി ഗണ്ണുകൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട്. 2 അല്ല 3 ഗണ്ണുണ്ട്. അപ്പോൾ 2 എണ്ണമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ നെർഫ് എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ് ആട്ടോ. നെർഫിന്റെ ഗണ്ണുകൾ നമ്മുടെ ആ ഒരു ഡാറ്റ ഇട്ടിട്ട് വെടിവെക്കുന്നത് സംഭവം അത്യാവശ്യം സേഫ് വേർഡാണ്. നല്ല അടിപൊളിയായിട്ടുള്ള 2 ഗണ്ണുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ 3ാമത്തെ ഗണ്ണ് നമ്മുടെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവന്റെ അൺബോക്സിങ്ങും ഇവന്റെ പെർഫോമൻസും കാര്യങ്ങളും മൊത്തത്തിൽ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ. അങ്ങനെ നല്ല പിടയ്ക്കണ 3 നെർഫിന്റെ തോക്കുകൾ നമ്മുടെ അൺബോക്സ് ടേബിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കിടുക്കാച്ചി ഐറ്റംസ് ആണ്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ഇവരെ അങ്ങനെ പൊക്കി കൊണ്ടുപോകുന്നില്ല. നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് അങ്ങനെ അൺബോക്സ് ചെയ്ത് നോക്കാട്ടാ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നെർഫിന്റെ CS10 എന്ന് പറയുന്നൊരു മോഡലാണ്. നെർഫ് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു ക്ലാസിക് ബ്രാൻഡാണ് കേട്ടോ. ഒരുപാട് ഇതുപോലത്തെ മോഡൽസ് അവർ ഇറക്കാറുണ്ട്. കൂടുതലും ബാറ്ററി ഇല്ലാത്ത ടൈപ്പാണ് അവർ ഇറക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞൊരു പക്ക ഡീസൻറ്റ് പാക്കിംഗ് ആണ്. ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ നല്ല അടിപൊളി പാക്കിംഗ് ആയിട്ടാണ് അവർ പ്രൊഡക്റ്റ് പുറത്തേക്ക് ഇറക്കുക. കണ്ട, ഇതാണ് മോനെ ഗണ്ണ്. കണ്ട സംഭവം നോക്കി. അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഊരാൻ പറ്റുന്ന ടൈപ്പാണ്. മൊത്തത്തിൽ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡാട്ട് തരുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ നമുക്ക് കിട്ടിയ ഡാട്ട ഉണ്ട്. ഇത് ഏകദേശം 24 ഡാട്ട ഉണ്ട്. ബ്ലൂവും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളറായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഗണ്ണിലേക്ക് പോകട്ടെ. ഈ കാണുന്ന ഗണ്ണ് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പീസ് ആക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് ഇതിൽ ഇങ്ങനെ അറ്റാച്ച്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ബാക്കിൽ നിന്ന് നമുക്ക് കണ്ടാൽ ഇതുപോലെ ഇങ്ങനെ ഊരാം. അതുപോലെ തന്നെ ഫ്രണ്ടിലും നമുക്ക് ഇതുപോലെ ഊരാനായിട്ട് പറ്റും. കണ്ടോ, ഇപ്പോൾ ചെറിയൊരു ഗണ്ണായില്ലേ. ഇത് 2 അറ്റാച്ച്മെൻറ്റ് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. പിന്നെ ഇതിൽ നമ്മൾ ഉണ്ടിടുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ മാഗസീനാണിത്. അപ്പോൾ നമ്മളിവിടെ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗസീൻ നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇനി കാണുന്ന ഉണ്ടകൾ, അതായത് ഡാട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് ഏകദേശം 10 ഡാട്ടുകളാണ് ഈ ഒരു മാഗസീനിൽ ഇടാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് 2 കളറും മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണേ. ബ്ലൂവും വെക്കുന്നുണ്ട്, നമ്മുടെ ഓറഞ്ചും വെക്കുന്നുണ്ട്. 2 കളറും നമ്മൾ മിക്സ് ചെയ്താണ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ മാഗസീൻ നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തോക്കിൽ നിന്ന് നമ്മൾ അറ്റാച്ച് ചെയ്ത ഭാഗങ്ങളൊക്കെ തിരിച്ചത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വെക്കുമ്പോൾ ഒരു ലോക്ക് വീണു. അതുപോലെ തന്നെ ഫ്രണ്ടിലാണെങ്കിൽ കണ്ട, അങ്ങനെ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സെറ്റായി. ഇനി നമ്മൾ നേരെ നമ്മുടെ മാഗസീൻ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റിയിട്ട് ഒരു തട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം ലോക്കായിട്ടുണ്ട്. ഇനി ഗണ്ണ് എങ്ങനെ പൊട്ടിക്കണേന്ന് കാണിച്ചാറുണ്ട്. സംഭവം നമ്മളിത് ബാറ്ററി ഓപ്പറേറ്റഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ മാനുവലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ഷോർട്ട് ഗണ്ണൊക്കെ നമ്മൾ ലോഡ് ചെയ്യണ പോലെ കണ്ട അതിൻ്റെ മുകളിലൊരു അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ ലോഡ് ചെയ്യുക, നേരെ പിടിക്കുക. പൊട്ടിയാട്ടാ, അടിപൊളി. സംഭവം നമുക്ക് 10 എണ്ണൂട്ട് ഒരേ ടൈമിൽ തന്നെ പൊട്ടിക്കാട്ടാ. ഇനി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പൊട്ടിക്കൽ കഴിഞ്ഞതേ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതുമ്പോൾ ഞെക്കി നേരെ നമുക്ക് പുറത്തേക്ക് എടുക്കുന്നതിൽ ഇനി ഉണ്ടായിരുന്നു കേട്ടോ. 2 ഉണ്ട കൂടി ബാക്കി ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞു എന്ന് വിചാരിച്ച് വിട്ട് കളഞ്ഞു. അപ്പോൾ ഈ മാഗസീൻ ഇനി റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പടപടാതെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മളുടെ ഈ ഒരു ഗണ്ണിൽ വരുന്ന സെറ്റപ്പ്. അടുത്ത ആളത്തെ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് നെർഫിന്റെ എലൈറ്റ് റാംപേജ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് നേരത്തെ കണ്ടതിൻ്റെ അത്ര വലിപ്പമില്ല, കുഞ്ഞൊരു മോഡലാണ്. എന്നാൽ ഇതും തുറന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ പെട്ടി പൊട്ടിച്ച് നമുക്ക് പുറത്തെടുക്കാം കേട്ടോ. ഇതാണ് മോനെ റാംപേജ് എന്ന് പറയുന്ന മോഡല്. ഇത് ഇത്തിരി വെറൈറ്റി സാധനമാണെന്ന് തോന്നിട്ടാ. എന്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരെ നമുക്കൊന്ന് മൊത്തത്തിൽ അങ്ങോട്ട് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഇനി ഇതേ സാധനങ്ങൾ ഓരോന്നായിട്ട് പുറത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗണ്ണിൻ്റെ ബോഡിയാണിത്. ഇത്രയും വലിയ മാഗസീനാണ് നോക്കി. ഇതിൻ്റെ മാഗസീനായിട്ട് കാണുന്നത്. പിന്നെ ഇത് എവിടെയോ വെക്കാനുള്ള അറ്റാച്ച്മെൻ്റ് ആണ്. നമുക്ക് നോക്കാം ഇത് എവിടെ വെക്കാന്നുള്ളത്. അപ്പോൾ ഇത് റാംപേജ് മോഡലിൻ്റെ പാർട്സൊക്കെ നമ്മൾ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു കൊച്ചു പുസ്തകം തന്നിട്ടുണ്ട് കേട്ടോ. അതായത് യൂസർ മാനുവൽ തൽക്കാലം നമ്മൾ നോക്കുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ത്രില്ല് യൂസർ മാനുവൽ നോക്കുമ്പോൾ ചെയ്യുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യമായി നമ്മൾ എടുക്കുന്നു ഗണ്ണിൻ്റെ ബോഡി. അപ്പോൾ ഇത് ഇവിടെ ഒരു പോർഷൻ കണ്ട, ഇതിലേക്കായിരിക്കുള്ളൂ മിക്കവാറും ഈ ഒരു പീസ്. ഇത് നമുക്ക് ഇങ്ങോട്ട് കയറില്ല, ഈ സൈഡായിരിക്കുള്ളൂ. ഇങ്ങോട്ട് ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദിവനായിരിക്കുള്ള അതിൻ്റെ ഉള്ളിൽ കയറാന്ന്. അപ്പോൾ ഈ ഒരു മാഗസീൻ തന്നെയല്ലേ ഇതിനെ പറയാം. ഈ ഒരു മാഗസീൻ്റെ പ്രത്യേകത എന്നിട്ടാണെന്നറിയോ, ഇതിനുള്ളിൽ നമുക്ക് 25 ഡാറ്റ ഇടാം. അതായത് 25 ഉണ്ടിടാനായിട്ട് പറ്റും. അതായത് ഒരു തവണ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 25 വട്ടം വെടി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഉണ്ട എടുത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്യണ പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഉണ്ടകൾ നമ്മൾ പുറത്തേക്ക് എടുത്ത് ലോഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ആരോ മാർക്ക് ഉണ്ട്. ആരോ മാർക്ക് നോക്കിയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട തെറ്റൂല. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് കഴിഞ്ഞാൽ
ഉണ്ട പോവില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഉണ്ട കയറ്റി കൊടുക്കുകയാണെങ്കിൽ 25 ഉണ്ട കയറ്റാട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനിയുള്ള ഉണ്ടകൾ ഇടുമ്പോൾ നമ്മുടെ ചക്രം തിരിയണ കാണാൻ പറ്റും. സംഭവം വേറെ ഒന്നുമല്ല, ആ ഉണ്ടകൾ അതിൻ്റെ ഉള്ളിലേക്ക് ലോഡാവണാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കണ ഉണ്ട നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ലോഡായിക്കൊണ്ടിരിക്കുകയാണേ. കണ്ട നമ്മുടെ ഉണ്ടകൾ കറങ്ങി പോവാണ്. ഇവിടെ എന്തോ ഇങ്ങനെ തിരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അതെന്തിനാണാവോ? ഇതാണ് യൂസർ മാനുവൽ നോക്കി ചെയ്യുമ്പോഴും നോക്കി ചെയ്യാത്തപ്പോഴുള്ള വ്യത്യാസം. യൂസർ മാനുവൽ എഴുതിയിട്ടുണ്ടാവും അതെന്തിനാണെന്ന്. പക്ഷേ ഇത് നമുക്ക് കാണുമ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള എന്തോ സെറ്റപ്പാണ്. 25 ഉണ്ട അവർ തന്നിട്ടുണ്ടെന്നറിയില്ല, ഞാനിപ്പോൾ എണ്ണിയില്ല. ഫുള്ള് ഉണ്ട നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ മാഗസീനിൽ ഉണ്ടകൾ നിറച്ച് കഴിഞ്ഞു. ഇനി നേരെ നമ്മുടെ തോക്കിൻ്റെ ഉള്ളിലേക്ക് ഇത് വെക്കാനുള്ള നേരമായി. അടിപൊളി. ഇതേ സംഭവം നോക്കി, നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലെ ആട്ടാ നമ്മുടെ തോക്കിരിക്കുന്നത്. അതായത് ഒരു സൈഡിൽ മൊത്തത്തിൽ ഉണ്ടകൾ നിറച്ച ആ ഒരു മാഗസീൻ ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ പക്ഷേ അറ്റാച്ച്മെൻറ്റ് വരുന്നില്ല കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ വേറെ നെർഫിൽ നിന്നൊക്കെ എടുത്ത് വെക്കേണ്ടി വരും. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പത്തെ മോഡലിൽ നിന്ന് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ നെർഫ് റാംപേജ് മോഡൽ ലോഡ് ചെയ്യണം എങ്ങനെയാണെന്നറിയോ? ഈ കാണുന്ന ഹാൻഡിലില്ലേ, ഇത് പിടിച്ച് നമ്മൾ ഇതിങ്ങനെ കൂടെ വലിച്ചു വിടണം. വലിച്ചു വിട്ടിട്ട് നോക്കിയേ, ഓ ലെൻസിൻ്റെ ചില്ല് പൊട്ടിയാടാ. അയ്യോ നല്ല പവർ കേട്ടത്. ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ രസമുണ്ട് കാണാനായിട്ട്. കണ്ട ആ ഉണ്ട ഇങ്ങനെ കറങ്ങി അതിൻ്റെ ഉള്ളിൽ കയറണം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. പ്രേ പിടിച്ചോ. ഓ കണ്ട സംഭവം അടിപൊളി. കണ്ട ഓ ഇനി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ UV ലെൻസൊക്കെ പോവും. സംഭവം കണ്ട സെറ്റ് സാധനം കേട്ടത്. ഇത് കണ്ടിന്യൂസ് ചറ പറയാൻ നമുക്കിങ്ങനെ പറഞ്ഞ സമയം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന മോഡൽ. കണ്ട ഒറ്റ ലോഡിങ്ങിൽ എത്ര വെടിയാണ് വെക്കണമെന്ന് നോക്കി. പടപടപടാന്നിങ്ങനെ വെടി വെച്ച് പോകാൻ പറ്റണ ഒരു കിടുക്കാച്ചി ഐറ്റം. അപ്പോൾ എന്തായാലും ഇവൻ്റെ പെർഫോമൻസ് കൊള്ളാട്ടാ. അപ്പോൾ ഇതുകൊണ്ട് കഴിഞ്ഞൊന്നും വിചാരിക്കേണ്ട, ഒന്നുകൂടി ഉണ്ട് രാവാ എന്ന് പറയുന്ന പോലെ നമ്മുടെ അടുത്ത ആളെ എടുത്താല. നമ്മൾ പറഞ്ഞ ആൾ ഇതേ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇതാണ് എലൈറ്റിൻ്റെ തന്നെ ഷോക്ക് വേവ് RD50 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇവനെ നമുക്കൊന്ന് പെട്ടി തുറന്ന് നോക്കാം. കണ്ട ടങ്കീസുകളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തോക്ക് പുറത്ത് വന്നു. ഈ കാർഡ്ബോർഡ് വെറുതെ തന്നിരിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കങ്ങോട്ട് മാറ്റിയേക്കാം. ഉണ്ടിടാനുള്ള ചക്രമാണ് ഈ കാണുന്ന ചക്രം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ പെട്ടിയെ പാടി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ ഒരു പെട്ടി കൂടി ഉണ്ട് കേട്ടോ. ഇത് എന്തിട്ടാന്ന് നോക്കിയേക്കാം. ഓ പെട്ടിയുടെ ഉള്ളിൽ സാധനങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് കൊച്ചു പുസ്തകം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ തോക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ വേറെ എക്സ്ട്രാ ഫിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. നമുക്കിത് ആകെ തന്നിരിക്കുന്നത് ഈ കാണുന്ന ചക്രമാണ് ഉണ്ടിടാനായിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ഉണ്ട അങ്ങോട്ട് നിറച്ച് കൊടുക്കുക. ഇങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് മോഡലൊന്നും അല്ല കേട്ടത്. അപ്പോൾ ഇത് നമ്മുടെ ഉണ്ടകൾ അങ്ങോട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നിറച്ച ഉണ്ട എങ്ങനെയാണ് ഇതിൽ ലോഡ് ചെയ്യണതെന്ന് എനിക്കും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ സംഭവം നമ്മൾ ഇത് വലിക്കാനൊക്കെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാവുമോ? ഇതിൽ നമ്മളൊരു മണ്ടത്തരം ചെയ്യുന്നുണ്ടാവും. ഉണ്ട നമ്മൾ ആദ്യമല്ല കയറ്റേണ്ടത്. ഉണ്ട ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കയറ്റേണ്ടത്. ഈ സുനാപ്പിളി നമ്മളിനി ഇവിടെ കയറ്റി വയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെയാണ് തൊട്ടാ നമ്മൾ ഉണ്ട ഇത് കഴിഞ്ഞിട്ടാണ് കയറ്റുന്നത്. ഇനി പഴയതുപോലെ തന്നെ ഉണ്ട കയറ്റി വെച്ച് കൊടുക്കുക. അപ്പം ഇനി ഇതേ ടെസ്റ്റിംഗ് ആണ്. ഓ ഓ സംഭവം കൊള്ളാട്ടാ. അപ്പോൾ നമ്മുടെ 3 മോഡലും കണ്ടില്ലേ. ഇനി പോകുമാർ വെച്ചിട്ട് നമുക്കൊരു പടക്കം പൊട്ടിക്കൽ നടത്തിയല്ല. അപ്പോൾ ഞാൻ നമ്മുടെ നെർഫിൻ്റെ എക്കോ ഉണ്ട്, അതുപോലെ തന്നെ ഷോക്ക് വേവ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റാംപേജ് ഉണ്ട്. അപ്പോൾ ഇവന്മാരെ 3 പേരുടെയും ഇനി ഇമ്പാക്റ്റ് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതായത് വെടി കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന എടുക്കുമെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ എക്കോ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവനെ വെച്ചിട്ട് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ തോക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഒഫീഷ്യൽ വേദന ടെസ്റ്റർ നമുക്ക് ആവശ്യമുണ്ട്. അതായത് തോക്കിൽ നിന്ന് വെട്ടിക്കൊള്ളുമ്പോൾ എന്തോരം വേദന ഉണ്ടെന്ന് നമുക്ക് കൺവേ ചെയ്ത് തരാൻ ഒരാൾ വേണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഭൗമിക്കരനാണ് വന്നിരിക്കുന്നത്. മോനെ വെടികൊള്ളാൻ റെഡിയാണോ? അപ്പം നേരെ നിൽക്കണോ തിരിഞ്ഞ് നിൽക്കണോ? തിരിഞ്ഞിക്കല്ലേ? ഓക്കെ, ഞാൻ വെടി വെക്കട്ടെ. റെഡി? ഇത്രയും വെടി കൊണ്ടിട്ട് അവൻ നോക്കി ഒരു അനക്കൂലാണ്ട് നിൽക്കണത്. എങ്ങനെയുണ്ടാ മോനെ? ഇത് ഏത് മോഡലാണെന്ന് അറിയോ? ഇത് എക്കോ എന്ന് പറയുന്ന മോഡലാണ്. ഇനി അടുത്ത മോഡൽ എടുത്ത് എന്തുപോലെ പൊട്ടിച്ചനുസരാം. സന്തോഷമാണോ? പാവോടോ പാവോ.
ടെസ്റ്റ് നമ്പർ 2. അടുത്തതായി വരുന്നു റാംബേജ്. അപ്പൊ നമ്മുടെ റാംബേജ് ഗൺ ടെസ്റ്റിംഗ് ആണ്. മോനെ റെഡി ആണടാ? ഇതിൽ കുറവുണ്ട് കേട്ടാ. ഇത് മൊത്തം നമ്മള് അമ്പോ ദേക്കണ്ട ഓരോ ഉണ്ടെങ്കിൽ കറങ്ങി കറങ്ങി കാണാൻ പറ്റും. ഉണ്ട തീർന്നു. ഇതെങ്ങനെയുണ്ട്? ഇതാണ് മറ്റേക്കാളും വേദന ഉണ്ട്. അപ്പൊ എക്കോനേക്കാളും വേദന നമ്മുടെ റാംബേജിന് ഉണ്ടെന്നാ പറയുന്നേ. കൊള്ളാല്ലേ? നന്നായി കൊള്ളാം. മോനെ നിനക്ക് ഇതിൽ ഏത് തോക്കിന്റെ വെടിയാണ് ഇഷ്ടമായത്? എക്കോന്റെ ആണോ അല്ലെങ്കിൽ നമ്മുടെ റാംബേജിന്റെ ആണോ? റാംബേജിന്റെ ആണല്ലേ പവർ കൂടുതൽ. അപ്പൊ നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ റാംബേജ് അണ്ടിച്ചുകൂടി പവർ വരുന്നേ. മിനി ബറ്റാലിയൻസ് നെക്സ്റ്റ് ഗൺ. ഓ താങ്ക് യു. അപ്പൊ ഇനി അടുത്തത് ഇവന്റെ ഒരു വെടിവെപ്പ് ടെസ്റ്റിംഗ് ആണ്. അപ്പൊ അടുത്തായിട്ട് ഷോക്ക് വേവ് വെച്ചാണ് വെടി വയ്ക്കാൻ പോകുന്നത്. മോനെ വെടി കൊള്ളാൻ റെഡിയാണോ? ഞാൻ വെടിയുള്ളൂ. ചേട്ടനെ വെടിച്ചോടി ആണോ? പിടിക്ക്. അവനൊരു ആഗ്രഹം അല്ലേ? ആ വേദനയുണ്ടല്ലേ? ഉണ്ട് തീർന്നാ? അയ്യോ വേദനട്ടാ, നല്ല വേദനയുണ്ട്. അത്ര വലിയ വേദന ഒന്നുമില്ല കേട്ടാ. ചെറിയൊരു, അതായത് ഒരു കുഞ്ഞൊരു എന്താ പറയാ സ്പോഞ്ച് വന്ന് തട്ടുന്ന ഒരു വേദന, അത്രേ ഉള്ളൂ. എല്ലാം കിട്ടിയടാ. ഇടക്കള്ളന്മാരെ തോക്കുന്നടാ. പോട്ടെ ഞാൻ പോട്ടെ. ഇല്ലൊരു ചുമ്മാ വെടിക്കാൻ പറഞ്ഞപ്പോ നല്ല വെടി വെച്ചു.